അത് തന്നെ ഞാനും പറഞ്ഞ്. പ്രീത അടുക്കളയിൽ കുടുങ്ങി കിടക്കുക. ജാനകി എവിടെയെന്ന് നോക്കാനായിട്ട് ഞാൻ അവളെ കിച്ചണിലേക്ക് വിട്ട് എല്ലാരും പുറത്തു വന്നല്ലോ. പക്ഷെ അവൾ ഇപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുക. കരയാതിരിക്കെ, ദൈവത്തിൽ വിശ്വസിക്കുക, എല്ലാം ശരിയായിട്ട് വരും. ഞാനും അതാ പറയുന്നത്. വിഷമിക്കാതെ, ഇങ്ങനെ എല്ലാം ശരിയാകും. സമാധാനമായിട്ടിരിക്കും. കരയരുതേ, സമാധാനമായിട്ടിരിക്കും. നമുക്ക് നോക്കാം. വെള്ളം എങ്ങനെ നിന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും? വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാകും. കുടുങ്ങി കിടക്കുക. ധൈര്യമായിട്ടിരിക്കുക സരളെ, എല്ലാം ശരിയാകും. ദൈവത്തിൽ വിശ്വസിക്കുക, എല്ലാം ശരിയാകും. സൃഷ്ടി, നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയ നിന്റെ വീട്ടുകാരെ പിന്നെ ആരാ ആശ്വസിപ്പിക്കുന്നത്? നീ ഇവിടെ ഇങ്ങനെ കരഞ്ഞോടുന്ന എങ്ങനെയാ? ഹോളിലേക്ക് പോകാൻ വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതൊന്ന് വേഗം പറഞ്ഞു തരാൻ നോക്ക് സൃഷ്ടി. ഈ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴിയാ. ഈ ഫ്രണ്ടിൽ കാണുന്ന വഴി ഞങ്ങൾക്ക് അറിയാം. അതല്ലാതെ വേറെ വഴിയുണ്ടോ? ഞങ്ങൾ ഗേറ്റിലൂടെ പോകുവാണെങ്കിൽ ആളുകൾ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. കമോൺ, വേഗം ഒന്ന് പറയാ. നിക്ക് ബാക്കിലുള്ള എൻട്രൻസിൽ ഇതുപോലുള്ള ഒരു വാതിൽ കൂടിയുണ്ട്. പക്ഷെ അത് അടച്ചിട്ടിരിക്കുക. ചവിട്ടി പൊളിക്കേണ്ടി വരും. ഒരു മിനിറ്റ്, വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? കിച്ചന്റെ വിൻഡോ ഉണ്ട്. പക്ഷെ അതുവഴി പോകുന്നത് ഭയങ്കര പാടായിരിക്കും. അവിടെ മുഴുവൻ കാക്ടസ് പ്ലാന്റ് വളർന്ന് നിൽക്കുക. സൃഷ്ടി, നീ നിന്റെ അമ്മയെ നന്നായി നോക്കണം. ഓക്കെ, ഒരു കാര്യം ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യണം. നീ ബാക്കിലത്തെ ഡോറിൽ കൂടി അകത്തേക്ക് കയറണം. ഞാൻ ആ വിൻഡോ കൂടെ വരാം. അവിടെ വിഷം നിറഞ്ഞ കളിമൺ ചെടിയാണ്. എനിക്കൊന്നും സംഭവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനല്ലേ. ഓക്കെ, രോഹിത് സർ, കിരൺ സർ, എന്റെ ചേച്ചിയെ രക്ഷിക്കുന്നതിൽ താങ്ക് യു. നന്ദിയൊക്കെ പിന്നീട് പറയാം. നീ ചെല്ലേ. അത് പ്രീതയെ ഇങ്ങനെ കത്തിച്ചു കൊല്ലുന്നത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഫീലിംഗ് ബാഡ്. എന്താ ആന്റി, ആന്റിയുടെ മനസ്സിലൊരു സോഫ്റ്റ് കോർണർ വന്നതുപോലെ, അതും ഈ പ്രീതയ്ക്ക് വേണ്ടി. ഡോ വേസ്, നോട്ട് ഫോർ ദാറ്റ് പ്രീത. പക്ഷെ ആർക്കായാലും ഇതുപോലൊരു ദാരുണാന്ത്യം വരുന്നത് എനിക്കിഷ്ടമില്ല. ഇനി എന്നെങ്കിലും ഒരിക്കൽ ഈ തീപിടുത്തത്തിന് കാരണക്കാരി ഞാനാണെന്നെങ്ങനെ ഇവരറിഞ്ഞ ഇവർക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും. കം ഓൺ പൃഥ്വി, ഈ തവണ ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഒരു അഭിനയം നീ കാഴ്ചവെക്കണം. ആന്റി, ആന്റി പ്ലീസ്, ആന്റി ഇങ്ങനെ കരയരുത് പ്ലീസ്. എനിക്ക് ആന്റി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാൻ കഴിയില്ല. ഞാനാണ് പറയുന്നത്, എല്ലാം ശരിയാവും ആന്റി, എന്നെ വിശ്വസിക്ക്. ഞാനാ പറയുന്നത്. പ്രീത എപ്പോഴും അതിനകത്ത് കുടുങ്ങി കിടക്കുക. അതുപോലെ തീയും പടർന്ന് കയറുന്നുണ്ട്. മോനൊരു കാര്യം ചെയ്യ്. ഇന്നത്തെ ദിവസമല്ലേ മോൻ അവളായിട്ട് എൻഗേജഡ് ആയത്. എനിക്ക് ഉറപ്പുണ്ട് മോൻ അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന്. ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം നല്ല ആഗ്രഹം. പ്ലീസ്, അവളെ എന്നെ രക്ഷിച്ച് പുറത്ത് കൊണ്ടുപോവാ മോനെ. ചെല്ലേ പ്ലീസ്, ഒന്ന് കൊണ്ടുപോവാ മോനെ. എന്റെ മോനെ കൊണ്ടുപോ. പ്രീത, 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 പ്രീത. ഇവിടെ നിൽക്കുന്നത് വളരെ അപകടമാ. ഇവിടെ മൊത്തം കത്തി നശിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പക്ഷെ എനിക്ക് പാവം പ്രീതി രക്ഷിക്കാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. എന്നെ കൊണ്ടാവില്ല അതിന്. സമയം പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രീതി എവിടെയാ? അവളെ എവിടെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കാം. ഇനി ഒരു ബക്കറ്റ് വെള്ളം കൂടി ബാക്കിയുള്ളൂ. തീ എന്റെ അടുത്തേക്ക് പടർന്നു വരുമ്പോ ഈ വെള്ളം ഒഴിക്കാം.
ഇങ്ങോട്ട് നോക്ക് എന്റെ ബേബി ഡോൾ. നിന്റെ ഹീറോ എത്തിയിരിക്കാം നിന്നെ രക്ഷിക്കാനായിട്ട്. നീ എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്ക. എന്നിട്ട് നിന്റെ ആ പേടിയൊക്കെ കളഞ്ഞ് സ്നേഹത്തോടെ പറയാ, നീ വന്നല്ലോ കിരൺ. ആ ഞാൻ വന്നു പാവയ്ക്ക്. ഐ മീൻ പ്രീത, ഞാനിതാ എത്തിക്കഴിഞ്ഞു മോളെ. അമ്മേ, അയ്യോ തീ തീ തീ, അമ്മേ അയ്യോ. താങ്ക് ഗോഡ്. നീ എന്തൊരു മന്ദബുദ്ധിയാടി. മുഴുവൻ വെള്ളം കോരി അങ്ങ് ഒഴിച്ചിരിക്കാ. ഇനി എങ്ങനെയാ പെണ്ണെ തീ അണയ്ക്കുന്നേ? നിന്നോട് ആരെങ്കിലും പറഞ്ഞ തീ പോയി ചാടാൻ? നീ എന്താ ഫയർ പ്രൂഫ് ആണോ? ഫയർ പ്രൂഫ്? നീ എങ്ങനെയാടി ഒരു ഡോക്ടർ ആയത്? ഇന്നലെ ജനിച്ചുകൊണ്ട് കുഞ്ഞിന് പോലും അറിയാം. അതായത് ഒരു മനുഷ്യന് ഒരിക്കലും ഫയർ പ്രൂഫ് അല്ല എന്നുള്ള കാര്യം. കേട്ടോടി, ഞാൻ നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സില്ലി ഗേൾ. രക്ഷിക്കാൻ വന്നതല്ലേ? എന്നിട്ട് ഇവിടെ ആരാരെയാ രക്ഷിച്ചേ? നീ നിന്റെ ദേഹത്ത് ചുറ്റിയിരുന്ന ഷോള് തീ പിടിച്ചോണ്ടല്ലേ കരഞ്ഞോടി ഇങ്ങോട്ട് കയറി വന്നേ? ഞാനല്ലേ നിന്നെ വെള്ളം കോരി ഒഴിച്ച് രക്ഷപ്പെടുത്തിയത്? എന്നിട്ട് പറയുന്നില്ലേ? നിന്റെ ഈ സ്വഭാവം കാരണം ഞാൻ നിന്നോട് സംസാരിക്കാൻ പോലും വരാത്തത്. മനസ്സിലായോ വൃത്തിയായിട്ടുള്ള? നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പാവം എന്റെ തലച്ചോറ് പോലും പൊട്ടി ചിതറി പോവോടി. ഓക്കെ, നിന്നെ രക്ഷിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. രക്ഷിച്ചോണ്ട് പോയച്ചാലും മതി. ഞാൻ പോവാടി ഇവിടെ. നീ അധികം സംസാരിക്കാതെ പോയി ഇവിടുന്ന്. അല്ല, നീ എന്തൊക്കെയാടി പറയുന്നേ? ഞാൻ എന്തിനാ പോകുന്നേ? ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നെങ്കിൽ രക്ഷിച്ചോണ്ട് പോയിട്ടേ അടങ്ങൂ പ്രീത. നിന്റെ തലയിൽ ഒരു പിരി ലൂസാണ് ലൂസ്. നീ ആദ്യം ആ പിരി ഒന്ന് നേരെയാക്കാൻ നോക്ക്. എന്റെ പേര് കിരൺ നമ്പേരാണെങ്കിൽ ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കോടി. ആണോ? എന്നെ രക്ഷിക്കണമെന്ന് വാശിയല്ലേ? എങ്കിൽ നിന്റെ കയ്യിൽ വ്യക്തമായിട്ടൊരു പ്ലാനും ഉണ്ടായിരിക്കും. എന്ന് നീ പറ, എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകാൻ പോകുന്നത്? ബേബി ഡോൾ, ഞാൻ നിന്നെ എന്റെ കൈകളിലെടുത്ത് പുറത്തു കൊണ്ടുപോകാം. എടി മന്ദബുദ്ധി, ആദ്യം ഈ ഷോൾ എടുത്ത് നമുക്ക് രണ്ടുപേർക്കും പുതയ്ക്കാം. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? ഏതാ ഷോള്? എവിടെയാ? ഓ മൈ ഗോഡ്, അത് കത്തിപ്പോയി. ഇനി എന്താ ചെയ്യാ? ആ ഷോള് പതപ്പിച്ചാണ് നീ എന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നത്. ആ ഷോള് കത്തി കരിഞ്ഞു കിടക്കുന്നില്ലേ? ഞാൻ അറിഞ്ഞോടി ഇതൊക്കെ ഇങ്ങനെയായി തീരുവന്ന്. നിനക്ക് ആലോചിച്ചൂടായിരുന്നോ? തീ കത്തിപ്പിടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ ബ്ലാങ്കറ്റ് എങ്കിലും എടുത്തോണ്ട് പോണോന്ന്? അല്ലാതെ ഇതുപോലൊരു ഷോൾ എടുത്തോണ്ട് അല്ല വരേണ്ടത്. ഒരു എമർജൻസിയിൽ ഇതൊക്കെ ആരാടി ആലോചിക്കുന്നേ? എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു ഷോൾ കിട്ടിയത്. ആ സമയം ഞാൻ ബ്ലാങ്കറ്റ് നോക്കാനൊന്നും പോയില്ലാടി. കിട്ടിയതും കൊണ്ട് ഇങ്ങോട്ട് പോരാ ചെയ്തേ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട്. ദാറ്റ് വാസ് മൈ മോട്ടീവ്. ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെയാ ഞാൻ പറയുന്നത്. പൊട്ടാ, ഇങ്ങനെ ഭ്രാന്ത് കാണിക്കേണ്ട എന്താ ആവശ്യമുള്ളത്? നീ എന്തിനാ ഇപ്പൊ ഈ തീയിലേക്ക് ചാടി വന്നത്? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? മിക്കവാറും നീയും എന്റെ കൂടെ ഇവിടെ കിടന്ന് ചാവും. നോക്ക്, ഈ കാര്യം നീ തമാശയായിട്ട് എടുക്കരുത്. നിനക്കറിയോ, ഈ മുറിയുടെ 4 ഭാഗത്തും ഇപ്പൊ തീ പിടിച്ചിരിക്കുക. ജീവിതവും മരണവും തമ്മിൽ ഇപ്പൊ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. നിനക്കെന്താ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഒന്നും ആലോചിക്കാതെ തീയിലേക്ക് എടുത്തു ചാടി. എന്റെ കിരൺ, ഈ സിറ്റുവേഷൻ നീ ഇത്ര നിസ്സാരമായിട്ട് കാണരുത്. സോ പ്ലീസ് പ്ലീസ് നീ കുറച്ചെങ്കിലും ആലോചിക്കേ. സോറി, എന്റെ തെറ്റാ. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു കാര്യം നീ അനുസരിച്ചിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ത് വില കൊടുത്തും നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു. നീ കാരണം ഞാൻ എന്റെ ജീവൻ പോലെ അപകടത്തിലാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നേ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. കേട്ടോടി പൊട്ടിക്കാളി, നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. ഞാൻ ചെയ്തത് ഒരു അബദ്ധമായി പോയി. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിരിക്കണോ? എന്തു പറ്റി? എന്താടി മിണ്ടാത്തെ? നീ വളരെ നല്ലവനാ. ആ വഴിയും ബ്ലോക്കായി കിട്ടി. ആന്റി, ഇവിടെ എന്താ നടക്കുന്നേ? നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാ വന്നേ. ഇവിടെ തീ പിടിച്ചു. നമ്മൾ എന്ത് ചെയ്യാനാ? ലെറ്റ്സ് ഗോ ഹോം. ഞാനും അത് ആലോചിക്കുന്നേ, എന്റെ ഫാമിലി എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. പക്ഷെ കണ്ടില്ലേ, മഹേഷ് ഏട്ടൻ, രാധികേട്ടത്തി, അമ്മ പോലും ഈ സിറ്റുവേഷനിലും പ്രീതയും അവളുടെ കുടുംബം ഇവർക്ക് എല്ലാവർക്കും വലുത്. അവളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ലേ? ആന്റി, ആന്റി, ഞാൻ പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണോന്നാ. അല്ലെങ്കിൽ അവരുടെ പ്രശ്നം നമ്മുടെ കൂടി പ്രശ്നമായി തീരും. എന്ന് വെച്ചാ തീക്ക് എന്താ ഗ്യാരണ്ടി? ഒരു പക്ഷേ പ്രീതയെ പോലെ നമ്മുടെ ദേഹത്തിന് തീ പിടിച്ചാലോ? നോ നോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നോട്ട് പോസിബിൾ, ഡോണ്ട് വറി. ആന്റി, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. എവറിത്തിങ് ഈസ് പോസിബിൾ.
ആന്റി നോക്ക്, ആന്റിയുടെ ഫുൾ ഫാമിലി ഇവിടെ തന്നെയുണ്ട്. രാധ, കാർത്തിക, രോഹിതേട്ടൻ, കിരൺ, എന്തിന് ആന്റിയുടെ അമ്മ വരെ ഇവിടെയുണ്ട്. സമയം കൂടുന്നതനുസരിച്ച് തീ നിയന്ത്രിക്കാൻ പാടായിട്ട് വരും. എങ്ങനെ ഈ തീപിടുത്തത്തിൽ നമ്മൾ പെട്ടുപോയാലോ? സേഫ്റ്റി ഈസ് ഓൾവേസ് ബെറ്റർ. എന്റെ അഭിപ്രായം സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ മാക്സിമം ദൂരോട്ട് മാറി നിൽക്കണമെന്നാ. ഇതാ സരളയുടെ വൃത്തികെട്ട ഹോളാ. ഇത് അവരുടെ മാത്രം പ്രോബ്ലമോ? നമ്മൾ ഇവിടെ നിന്ന് എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ? ഈ കാര്യങ്ങളല്ലേ എനിക്ക് നല്ലോണം മനസ്സിലായി. പക്ഷെ എന്റെ കുടുംബക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. എനിക്കറിയാം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു ഫാമിലിയെ വിട്ടിട്ട് അവരൊരിക്കലും പോവില്ല. ഐഡിയ, നീ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പോ വരാം. അഥവാ ആന്റിയുടെ ഐഡിയ വർക്കൗട്ട് ആയില്ലെങ്കിൽ എനിക്ക് അതിലും വലുതായിട്ട് എന്തെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഏത് പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഷേർലിൻ വളരെ എക്സ്പേർട്ടാണ്. ജാനകി ഉണ്ടാക്കിയ പൊന്നുവിന്റെ പ്രോബ്ലത്തിൽ നിന്ന് വരെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? ഓ സോറി, ആ പ്രോബ്ലം ഉണ്ടാക്കിയ ആളെ തന്നെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞതല്ലേ. നിന്റെ ഒരു രീതി ഉണ്ടല്ലോ, നീ ആൾക്കാരെല്ലാം വളരെ പെട്ടെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നേ. നിനക്ക് ആരും ജഡ്ജ് ചെയ്യാനേ അറിയില്ല. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകവും ഇല്ല. നിനക്ക് ആ പൃഥ്വി അങ്ങ് ഇഷ്ടപ്പെട്ടിരിക്കല്ലേ? വാവ്, പൃഥ്വി അവളുടെ വീരനായകൻ. അവനാണെങ്കിൽ ഒരു ചതിയനാ, ലോക ഫ്രോഡ് ആടി അവൻ, ലോക ഫ്രോഡ്. പിന്നെ എല്ലാവരും എന്നെ മോശം പയ്യനെന്നാ വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയൊന്നും അല്ല. അതിന്റെ അർത്ഥം ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നും അല്ല. എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര രസമാണ് അത്. എന്റെ ഏട്ടൻ നല്ലൊരു ജെന്റിൽമാനാ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല പ്രീത. അതുകൊണ്ട് എനിക്ക് കോംപ്ലിമെന്റ് തരേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, രോഹിത് സാറ് നല്ല വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ നീയുണ്ടല്ലോ, നിന്നിൽ എവിടേക്കോ ഒരു ശരിയൊക്കെ ഉണ്ട്. നീ നല്ലവനാ. നോ, നോക്ക് പ്രീത, ഞാൻ ശരിക്കും നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും നിന്നോട് പറയുമായിരുന്നില്ല. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞില്ലേ? എന്റെ ട്രെയിനിങ്ങും കളഞ്ഞ ഞാൻ നിന്റെ പുറകെ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതം ഞാനിപ്പോ അപകടത്തിലാക്കി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്റെ കേടായിരുന്നു എനിക്ക്? ശരിക്കും ഞാനൊരു നല്ലവനായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊന്നും പറയുമായിരുന്നില്ല. എന്നാ നീ എന്റെ ഏട്ടനെ നോക്ക്, അവൻ ചെയ്ത കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല. അത് അവന് തീരെ ഇഷ്ടമല്ല. റൈറ്റ്? അവൻ ആർക്ക് വേണ്ടി എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എപ്പോ ചെയ്തു, ഇതൊന്നും പറഞ്ഞ് നടക്കാറുമില്ല, പുകഴ്ത്താറുമില്ല. ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാറില്ല. അതൊക്കെ ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് സത്യമായിരിക്കില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ചില സമയങ്ങളില് നീ എന്നോട് മോശമായി സംസാരിക്കുന്നതും വളരെ മോശമായിട്ട് പെരുമാറുന്നതും ഒക്കെ അതൊക്കെ ചിലപ്പോ എനിക്ക് തോന്നുന്നതാവാം, ഉറപ്പല്ല. അതൊരു പക്ഷേ ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോണ്ടാവാം. ഞാൻ പറഞ്ഞത് അങ്ങനെ ആവാം എന്നാണ്. എന്ന് വെച്ചാൽ 0.1%. ചിലപ്പോ നിനക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത് ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കും. വാവ് പ്രീത മോളെ, വാവ്. നിനക്കിന്ന് എന്താ പറ്റിയത്? നീ രാവിലെ എന്താടി കഴിച്ചത്? നീ തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ. അതായത് ഈ കിരൺ നമ്പ്യാർ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും പിന്നെ ഈ നിൽക്കുന്ന പ്രീത ആരക്കൽ ഒരു ചീത്ത പെണ്ണാണെന്നും. അയ്യോ, എനിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമായി. നീ ഇങ്ങനെ വളവളവളാന്ന് ഓരോന്ന് സംസാരിച്ച് എന്നെ ഒരു മോശം പയ്യനാക്കി മാറ്റില്ലടി പ്രീത. നീ എന്നെ ചീത്തയാക്കാൻ നോക്കുക. കറക്റ്റാ നീ പറഞ്ഞത്. എന്റെ ഒരു പിരി ഇളകിയിരിക്കുക. എന്താടി പറഞ്ഞേ? ആഹാ, ഈ തീ ഇന്ന് നിന്റെ തലച്ചോറിന്റെ പിരി നേരെയാക്കുന്ന എനിക്ക് തോന്നുന്നത്. നീ നിന്റെ എല്ലാ കുറവുകളും തെറ്റുകളും അങ്ങ് സമ്മതിക്കല്ലേ? ആ, നീ ഒരുപാട് സംസാരിച്ച് എന്റെ തല പുണ്ണാക്കുമെന്ന് മാത്രമല്ല, നീ ഒരു മന്ദബുദ്ധിയാണെന്ന് നീ സമ്മതിച്ചിരിക്കാം. വാവ് പ്രീത, ഐ ആം വെരി ഇംപ്രസ്ഡ്. പിന്നെ ഞാനൊരു നല്ലവനാണെന്ന് നീ ചീത്തയാണെന്ന് സമ്മതിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടോ എനിക്ക്. നീ എന്താ ഇങ്ങനെ കിരൺ? അല്ല, ഇങ്ങനെയെന്ന് വെച്ചാ? ഇങ്ങനെയെന്ന് വെച്ചാ ഞാൻ നിന്നെ കുറിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ആലോചിക്കുകയാണെങ്കിലും നീ അപ്പൊ തന്നെ ഞാൻ ചിന്തിച്ച നല്ല കാര്യം തെറ്റാണെന്ന് തെളിയിക്കും. ഒരു മിനിറ്റ്, നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് നിനക്ക് എന്നെ അറിയില്ല. നീ എന്താടി പറഞ്ഞത്? എനിക്കിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി താടി മോളെ. എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ പറഞ്ഞത്. എനിക്കിപ്പൊ പൂർണ്ണമായിട്ട് മനസ്സിലായി. എന്റെ തോന്നലല്ല, ആ കാര്യം ഉറപ്പാ. നീ ഒരു നമ്പർ 1 ബാഡ് ബോയ് ആണ്. ചില സമയത്തൊക്കെ എനിക്ക് വേണ്ടിയോ എന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ എനിക്ക് തോന്നാറുണ്ട് നിന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന്. പക്ഷെ അതേ നിമിഷം തന്നെ നീ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിരിക്കും. നിന്റെ വായിന്ന് വരുന്നത് തന്നെ കേട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചതൊക്കെ ശരിയായിരുന്നു. കണ്ടിന്യൂ മോളെ, നീ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നിനക്ക് നന്നായിട്ട് അറിയാം that you are a bad girl and I am a good boy, right? Oh God!
ഈ പടർന്നു പിടിക്കുന്ന തീയെക്കാളും നിന്റെ വായിന്ന് വരുന്നത് കേട്ടിട്ട് എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുവാ. എന്റെ തല പൊട്ടുന്ന പോലെ തോന്നുവാ. നീ ഇനി അധികം സംസാരിക്കരുത്. മഴ സാറേ, ഒരു ബക്കറ്റ് വെള്ളം കൂടെ. ആ ഒഴിഞ്ഞ ബക്കറ്റ് ഇതാ. നിങ്ങൾക്കിതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കിയിട്ട് എല്ലാരും അപകടത്തിലാ. എനിക്ക് നിങ്ങളെ ആരെ അപകടത്തിലാക്കാൻ ആഗ്രഹമില്ല. നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോണോന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നോട് ഈ പറഞ്ഞ കാര്യം ഇത്തിരി ഒച്ചത്തിൽ എല്ലാവരോടും പറയൂ, ഇല്ലെങ്കിൽ ആരും ഇവിടുന്ന് പോവില്ല. ഐ എം സോറി, ഞാൻ കുറച്ച് സെൽഫിഷ് ആയിട്ട് പെരുമാറുക. സ്വന്തം ഫാമിലിയുടെ കാര്യം വരുമ്പോ ആരായാലും കുറച്ച് സെൽഫിഷ് ആയി പോവില്ലേ? അല്ല, നിങ്ങൾ സെൽഫിഷ് ആയിട്ടല്ല പെരുമാറുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങൾ എല്ലാവരെയും വിളിച്ചോണ്ട് വരൂ. ഞാൻ എല്ലാവരോടും പറയാം ഇവിടുന്ന് പോകാൻ. പ്ലീസ് പോയി എല്ലാവരെയും വിളിക്ക്. ശരി, ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം എല്ലാവരെയും. ശരി, എല്ലാവരെയും വിളിക്ക്. രാധ, കാർത്തിക, എടത്തി, അമ്മേ, എല്ലാരും പെട്ടെന്ന് വരൂ. ആ സമീർ, ആ ചേട്ടാ, എവിടെ? വേഗം വരും, പോവാം. രോഹിത് എവിടെ? കിരൺ, രോഹിത് എവിടെ അന്വേഷിക്കുക. കുറച്ചു നേരമായിട്ട് അവരെ രണ്ടുപേരും ഇവിടെ എങ്ങും കാണാനില്ല. എവിടെ പോയി അവർ രണ്ടും? കിരൺ, രോഹിത് എവിടെ പോയി? രോഹിത് സാറും ചേച്ചി രക്ഷിക്കാൻ അകത്തോട്ട് പോയി. വാട്ട്? അകത്ത് പോയെന്നോ? സാറേ, ഒരു ബക്കറ്റ് വെള്ളം കൂടെ. ഇതും കൂടെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ വീട്ടിലെ 2 കുട്ടികളും അകത്താ. ആരെ രക്ഷിക്കാനാ? നിങ്ങളുടെ പ്രീതിയെ രക്ഷിക്കാൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തില. അതവർക്കൊരു പ്രശ്നമല്ല. ഐ എം ടെല്ലിംഗ് യു, രോഹിത്തിനും കിരണിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല. ചേച്ചി, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സരള ഒരു തെറ്റും ചെയ്തിട്ടില്ല. നേരത്തെ നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇന്ന് ജീവിതത്തിനും മരണത്തിനും ഇടയിലാ നമ്മള്. കവിത, നിന്റെ ഡ്രാമയൊന്ന് നിർത്ത് പ്ലീസ്. മോം, എന്റെ 2 കൊച്ചുമക്കളും ഒരു നല്ല കാര്യം ചെയ്യാനാ പോയിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഒരാപത്തും വരില്ല. സരളെ, എന്നെ ഒന്ന് വിശ്വസിക്കും. അവര് 2 പേരും പ്രീതിക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ എത്തിക്കും. ഞാൻ പറയുന്നത് സത്യവാ, വിശ്വസിക്കേ. ഓ, കിരണും രോഹിത്തും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. എന്റെ ഷെർലിന്റെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രീതയാ. അവളെയാ ഇവന്മാരെ രക്ഷിക്കാൻ പോകുന്നത്. ഒരു ദിവസം ഞാൻ ഇവർമാർക്കിട്ട് നല്ലൊരു പണി കൊടുക്കും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ചർച്ചകൾ ചെയ്യേണ്ട സമയം ഇതല്ല. പെട്ടെന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം. ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. വേഗം വന്ന് വെള്ളം എടുക്കൂ. വരൂ. രോഹിതേട്ടാ, ഫോണെടുക്ക്. പ്രീത, Oh my God, ഷർട്ടില് തീ പിടിച്ചു. എന്തായി കാണിക്കുന്ന? മാറങ്ങോട്ട്. എന്തിനും പറ്റിയോട്ടാ? കിരൺ, നിനക്ക് ഏട്ടാ കുഴപ്പമൊന്നുമില്ല? ഓക്കെ ആണോ? ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രീത, താനും ഓക്കെ അല്ലേ? രോഹിത് സാർ, ഐ എം സോ സോറി, ഞാൻ വരാൻ കുറച്ച് താമസിച്ചുപോയി. അത് നോക്ക് സാർ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇതെന്ത് ചോദ്യമാണ് പ്രീത? ഞാനിവിടെ വന്നത് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനല്ലേ? എനിക്ക് വേണ്ടി. ഹേ മെന്റൽ, ഞാൻ നിനക്ക് വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത്. അതത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല നിനക്ക്? ആ കിരൺ, അതയാൾക്ക് അറിയാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഏട്ട ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഇവളെന്നെ ഹീറോ എന്ന സീറോ ആക്കി മാറ്റിയിരിക്കാം. ഇവള് പറയാം ഞാൻ ബ്ലാങ്കറ്റ് തൊട്ട് വരണമായിരുന്നു, ചുമ്മാ ബ്ലാ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാം. ഞാൻ എന്ത് വേണമായിരുന്നു? നിന്നെ പൂവിട്ട് പൂജിക്കണായിരുന്നു. വളരെ നല്ല ഐഡിയ. നമ്മൾ ഈ തീലിപ്പെട്ട് കിടക്കുന്നോണ്ട് നിനക്ക് നല്ലോണം പൂജിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനല്ലേ? അതിലൊരു തെറ്റുമില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇത് തമാശ പറയാനുള്ള സമയമല്ല. പ്രീത വന്നേ. കിരൺ വാ 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 വാ. അയ്യോ ഏട്ടാ, എന്താ ഈ ചെയ്യുന്നേ? ആ വാതിലും ജനലും ഒക്കെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് അതുവഴി പുറത്തു പോകാനാവില്ല. കണ്ടോ, എല്ലാ വഴിയും ബ്ലോക്കായി. ഇനി എങ്ങനെ പുറത്തു പോവാ? ഒരു മാർഗമില്ല പുറത്ത് കിടക്കാനായിട്ട്. വെള്ളം, 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 വെള്ളം. എന്തിനാ എന്റെ ദൈവമേ, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഏത് ചേച്ചി ആരോടും ഇന്നേ വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവളോട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്റെ ചേച്ചി തീയുടെ ഇടയില് ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരുമോ പ്ലീസ്? ആരെങ്കിലും കൊണ്ടുവരുമോ? സമീർ, പ്രീത ചേച്ചി തീയുടെ ഇടയിൽ കുടുങ്ങിയിരിക്കും. ഒന്നും സംഭവിക്കില്ല. കരയാതിരിക്കെ. എന്റെ ചേച്ചി തീയുടെ ഇടയിൽ കിടക്കുക. ആരും ശ്രദ്ധ
ഇതെല്ലാരും നോക്കുന്നു. ഞാൻ എന്നെ പറയുന്ന പ്രീതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. രോഹിതേട്ടന് കിരൺ ചേട്ടന് പ്രീതിയെ രക്ഷിക്കാൻ പോയിട്ടുണ്ട്. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നീ ഇങ്ങനെ കരയാതിരിക്കുക. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ സത്യമായിട്ട് ഞാൻ പിന്നെ കാണും. റിലാക്സ് സൃഷ്ടി, റിലാക്സ് റിലാക്സ്. ഏയ് നോക്ക്, എന്നെ നോക്ക്. നീ ക്ഷീണിച്ചോ? ഗുഡ് ഗേൾ. വാ എനിക്ക് കൈതാ. പതുക്കെ പതുക്കെ അങ്ങനെ പതുക്കെ. ഏയ് പതുക്കെ അങ്ങനെ പതുക്കെ. എനിക്ക് നിന്റെ സഹായം കൂടെ വേണം. നോക്ക് സൃഷ്ടി, ഫയർഫോഴ്സ് എത്തുന്നത് വരെ നമുക്ക് തീ നിയന്ത്രിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിൽ തീ പടരാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രമിച്ചേ പറ്റൂ. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ നീളമുള്ള കൈ കൊണ്ട് ബക്കറ്റ് എടുത്ത് അതിൽ വെള്ളം നിറച്ചോണ്ട് വാ. ഓക്കെ? നിക്ക്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എടാ സൂക്ഷിച്ച്.